കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് OJ ജനീഷ് മീഡിയ ടൈമിനൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമ്മുടെ ലീഡറുടെ മണ്ണാണ് കൊടുങ്ങല്ലൂർ. അപ്പം TN പ്രതാപൻ ഒഴിച്ച് മറ്റാരും ഇതുവരെ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടില്ല കൊടുങ്ങല്ലൂരിൽ. ഇത്തവണത്തെ വിജയ സാധ്യത എത്രത്തോളമാണ്? കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. പുതിയതായ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പഴയ മാളയും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും മാത്രം കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു അസംബ്ലിയാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 9,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ശ്രീ TN പ്രതാപൻ വിജയിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ഈ നിയമസഭാ മണ്ഡലം നഷ്ടപ്പെട്ടുവെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചുപിടിക്കും. വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളും ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളിലൊക്കെ പിന്തുണയ്ക്കുന്നത്. പാഴായ 10 വർഷങ്ങൾ എന്ന പ്രചരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എന്താണ് കാണുന്നത്? പാഴായിപ്പോയ 10 വർഷം എന്ന് പറഞ്ഞത് TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പ് UDFൻ്റെ MLA മാർ മാളയുടെ MLA മാരായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പ് LDFൻ്റെ MLA മാർ പഴയ കൊടുങ്ങല്ലൂരിൻ്റെ MLA മാരായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും പഴയ മാളയിലും തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും പുതിയ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിനകത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും ഒന്നുപോലും പൂർത്തീകരിക്കപ്പെട്ടില്ല. ആ കാലഘട്ടത്തിലുണ്ടായ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. പൊയ്യയിലെ ചക്ക ഫാക്ടറി TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇന്നത് അടച്ചുപൂട്ടി കിടക്കുകയാണ്. കൊഴൂരിലെ കോഴിത്തിട്ട ഫാക്ടറി ലീഡറുടെ കാലഘട്ടം മുതൽ ആരംഭിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിന് പൂർത്തീകരണം ചെയ്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് മെഷീനറീസ് കൊണ്ടുവന്ന് കൺവെയർ സ്ഥാപിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടാണ് TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സമർപ്പിച്ചത്. ആ സ്ഥാപനം ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ മാളയിൽ തന്നെ കാണുന്ന സിനഗോഗ് മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയതാണ്. ഇന്ന് മാളയിൽ അതൊരു നീല ടർപ്പായി കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പുതിയ തൊഴിലധിഷ്ഠിതമായ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല. ഈ നാടിൻ്റെ വികസന പ്രവർത്തനം ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ജനങ്ങൾക്ക് പോലും 15 ദിവസം കൂടുമ്പോൾ മാത്രമാണ് കുടിക്കാൻ വെള്ളം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ നാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം പാഴായിപ്പോയി എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതിനൊരു പരിഹാരം ഉണ്ടാകണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം തന്നെ ഈ വികസന പ്രശ്നങ്ങളാണ്. അത് വികസന പ്രവർത്തനങ്ങൾ പോരാ എന്ന് പറഞ്ഞ് വിമർശിക്കുക മാത്രമല്ല ബദലായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ തന്നെ സംഘടിപ്പിച്ച കോൺക്ലേവിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് നടപ്പാക്കേണ്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വികസന രേഖ ഉൾപ്പെടെ ഞങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇരുട്ടിൽ തപ്പേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. വിജയിച്ചാൽ കൊടുങ്ങല്ലൂരിലേക്ക് നൽകുന്ന വികസന പദ്ധതികൾ ഏതൊക്കെയായിരിക്കും? ഏറ്റവും ആദ്യം പ്രഥമ പരിഗണന നൽകി പൂർത്തീകരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ആദ്യ പരിഗണന കൊടുക്കുക. മാത്രമല്ല ഇവിടെ പൂട്ടിക്കിടക്കുന്ന പല സ്ഥാപനങ്ങളും ലീഡർഷിപ്പ് കേക്കർ നാഗരൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ചതുമായ സ്ഥാപനങ്ങൾ പലതും പൂട്ടിക്കിടക്കുകയാണ്. അതെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിശ്രമം ഉണ്ടാകണം. മാളയിലും പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ ഒരുപാട് വികസന മുരടിപ്പുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. അത് ഭരണമാറ്റം ഉണ്ടാകും. അടുത്ത സർക്കാർ UDFൻ്റെ സർക്കാരായിരിക്കും. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂടിലും ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.